കൊൽക്കത്തയുടെ പ്രാന്തപ്രദേശങ്ങളിലെ ഒരു ചെറിയ ഗ്രാമം. വർഷങ്ങളായി പൂട്ടിക്കിടന്നിരുന്ന കാട് പിടിച്ച ഒരു പഴയ കെട്ടിടത്തിന് മുമ്പിൽ ഇന്ന് ആളുകളുടെ വലിയ തിരക്കാണ്. തുരുമ്പെടുത്ത ആ ഇരുമ്പ് ഷട്ടറുകൾ വലിയ ശബ്ദത്തോടെ തുറക്കപ്പെട്ടപ്പോൾ അവിടെ കൂടി നിന്ന ചില പ്രായമായ മനുഷ്യരുടെ കണ്ണുകൾ നിറയുകയായിരുന്നു. അത് വെറുമൊരു കെട്ടിടമായിരുന്നില്ല. കഴിഞ്ഞൊരു ദശാബ്ദമായി തൃണമൂൽ കോൺഗ്രസ് ഭയപ്പെടുത്തി അടപ്പിച്ച CPMൻ്റെ ലോക്കൽ കമ്മിറ്റി ഓഫീസായിരുന്നു അത്. തൊട്ടപ്പുറത്തെ തെരുവിൽ തൃണമൂൽ ഗുണ്ടകൾ കയ്യേറി ക്ലബ്ബാക്കി മാറ്റിയിരുന്ന കോൺഗ്രസ് ഭവനിലും സമാനമായ ആഹ്ലാദ പ്രകടനങ്ങൾ ഉണ്ടായിരുന്നു. പശ്ചിമ ബംഗാളിൽ ഭാരതീയ ജനതാ പാർട്ടി നേടിയ ചരിത്ര വിജയം അവർക്ക് മാത്രമല്ല, വർഷങ്ങളായി ശബ്ദം നഷ്ടപ്പെട്ട പ്രതിപക്ഷ പാർട്ടികൾക്കും കൂടിയുള്ള ജീവവായുവായി മാറുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. കഴിഞ്ഞ 10 വർഷമായി ഞങ്ങൾക്കിവിടെ ശ്വാസം മുട്ടുകയായിരുന്നു. പ്രദേശത്തെ ഒരു BJP പ്രവർത്തകനായ സഞ്ജയ് ഇങ്ങനെ പറഞ്ഞു: തൃണമൂൽ കോൺഗ്രസിൻ്റെ ആക്രമണ രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ ചോര ചിന്തിയത് ഞങ്ങളാണ്. എന്നാൽ ഞങ്ങളെപ്പോലെ തന്നെ CPM കോൺഗ്രസ് പ്രവർത്തകർക്കും ഇവിടെ സ്വാതന്ത്ര്യമായി പ്രവർത്തിക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. ബംഗാളിലെ രാഷ്ട്രീയ ചിത്രം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തികച്ചും ഏകപക്ഷീയമായിരുന്നു. പ്രതിപക്ഷ പാർട്ടികളുടെ ഓഫീസ് തകർക്കപ്പെടുകയും കയ്യേറ്റം ചെയ്യപ്പെടുകയും ചെയ്തു. എതിർ ശബ്ദങ്ങളെ അടിച്ചമർത്തുന്ന ഭീതിജനകമായ അന്തരീക്ഷത്തിനൊടുവിൽ ജനാധിപത്യത്തിൻ്റെ കാറ്റ് വീണ്ടും ബംഗാളിൽ വീശിയടിച്ചിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന് BJP അധികാരത്തിലിറങ്ങുന്ന ഉറപ്പായ നിമിഷം മുതൽ ബംഗാളിൻ്റെ തെരുവുകൾ മാറി മറിഞ്ഞു. ജയ് ശ്രീറാം വിളികൾക്കും കാവി പതാകകൾക്കൊപ്പം വർഷങ്ങളായി ഒളിവിലായിരുന്ന മറ്റു പാർട്ടികളുടെ കൊടികളും പുറത്തു വന്നു തുടങ്ങി. പോലീസ് സംവിധാനങ്ങൾ കൃത്യമായി പ്രവർത്തിക്കാൻ തുടങ്ങി. തൃണമൂൽ സിൻഡിക്കേറ്റുകളൊക്കെ പതുക്കെ അപ്രതീക്ഷിതമായി. വർഷങ്ങൾക്ക് ശേഷം ചെങ്കൊടിയും ത്രിവർണ്ണ പതാകയും ഞങ്ങളുടെ പഴയ ഓഫീസുകൾക്ക് മുമ്പിൽ ഉയർന്നപ്പോൾ അത് കേവലം 2 പാർട്ടികളുടെ തിരിച്ചുവരവായിരുന്നില്ല, മറിച്ച് ബംഗാളിൽ പുനഃസ്ഥാപിക്കപ്പെട്ട നിയമവാഴ്ചയുടെയും സ്വാതന്ത്ര്യത്തിൻ്റെയും പ്രതീകമായിരുന്നു. സ്വന്തം രാഷ്ട്രീയ എതിരാളികൾ ശക്തി പ്രാപിക്കുന്നത് ഒരു പാർട്ടിയും ആഗ്രഹിക്കുന്ന കാര്യമല്ല. എന്നാൽ ബംഗാളിലെ BJP പ്രവർത്തകർ ഈ മാറ്റത്തെ മറ്റൊരു തരത്തിലാണ് നോക്കിക്കാണുന്നത്. CPMും കോൺഗ്രസും ഞങ്ങളുടെ കടുത്ത രാഷ്ട്രീയ എതിരാളികളാണ്. മുൻപ് അവരുടെ ഭരണകാലത്തും ഞങ്ങൾ വേട്ടയാടപ്പെട്ടിട്ടുണ്ട്. BJP ജില്ലാ നേതാവായ രവീന്ദ്രനാഥ് ഇങ്ങനെ പറഞ്ഞു. എന്നാൽ BJP ആക്രമണ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നില്ല. തൃണമൂൽ ചെയ്തതുപോലെ എതിരാളികളുടെ ഓഫീസ് പിടിച്ചെടുക്കാനല്ല ഞങ്ങൾ ശ്രമിച്ചത്. ഞങ്ങളുടെ നൂറുകണക്കിന് പ്രവർത്തകരുടെ ജീവത്യാഗത്തിലൂടെ ഞങ്ങൾ നേടിയെടുത്ത ഈ വിജയം ബംഗാളിൽ സമാധാനം പുനഃസ്ഥാപിച്ചു. അതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് അവർക്ക് അവരുടെ പഴയ ഓഫീസുകൾ തിരിച്ചു കിട്ടിയത്. സബ്കാ സാത്ത് സബ്കാ വികാസ്, അതായത് എല്ലാവർക്കും ഒപ്പം എല്ലാവരുടെയും വികസനം എന്നത് വെറും ഒരു മുദ്രാവാക്യമല്ല, ഞങ്ങളുടെ പ്രവർത്തന ശൈലിയാണെന്ന് BJP പ്രവർത്തകർ അടിവരയിട്ട് പറയുന്നു. തങ്ങളുടെ സർക്കാരിന് കീഴിൽ ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കും പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം അവരുടെ ജനാധിപത്യ ബോധ്യത്തെ തുറന്നു കാട്ടുന്നു. ബംഗാളിലെ ഈ മാറ്റം ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ തന്നെ ശ്രദ്ധേയമായ ഒരു അധ്യായമാണ്. സ്വന്തം പോരാട്ടത്തിലൂടെ ഒരു പാർട്ടി നേടിയെടുത്ത വിജയം തങ്ങളുടെ രാഷ്ട്രീയ എതിരാളികൾക്ക് കൂടി കടുത്ത സ്വാതന്ത്ര്യം ഉറപ്പിക്കുകയാണ്. ചുവരുകളിൽ പതിഞ്ഞിരുന്ന പഴയ തൃണമൂൽ കോൺഗ്രസിൻ്റെ പോസ്റ്ററുകളൊക്കെ കീറിയെറിഞ്ഞ് സ്വന്തം പാർട്ടി ഓഫീസുകൾ വൃത്തിയാക്കുന്ന കോൺഗ്രസിൻ്റെയും CPMൻ്റെയും പ്രവർത്തകരുടെ മുഖത്ത് വിരിഞ്ഞ ഒരു ആശ്വാസം ഒരു കാര്യം ഉറപ്പിച്ച് പറയുകയാണ്: ബംഗാളിലെ ഇരുണ്ട നാളുകൾ അവസാനിച്ചിരിക്കുന്നു. ഇവിടെ ഇപ്പോൾ ജനാധിപത്യം അതിൻ്റെ പൂർണ്ണതയിൽ ശ്വസിക്കുകയാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ പുതിയ കാറ്റ് ബംഗാളിൻ്റെ തെരുവുകളിൽ വീശിയടിക്കുന്നു.